പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മുടെ എല്ലാം വിശ്വാസവും ധാരണയും നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ആ പ്രാർത്ഥനയിൽ സന്തുഷ്ടനാകും എന്നാണ്. യേശു നമ്മോട് വ്യക്തമായി പറയുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. അതിനാൽ നാം പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, ദൈവഹിതപ്രകാരം ജീവിക്കണം. പട്ടിണി കിടക്കുന്നവരോടും ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടും കരുണയും ദയയും കാണിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മുൻപിൽ കൈനീട്ടി നിൽക്കുന്ന, നമ്മുടെ സഹായം അർഹതയുള്ള വ്യക്തികളിൽ നിന്ന് മുഖം തിരിച്ച് കളയുകയല്ല നാം ചെയ്യേണ്ടത്. ദൈവം നമുക്ക് നൽകിയ സമ്പത്തും ആരോഗ്യവും കഴിവുകളും സമയവുമെല്ലാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റു മനുഷ്യരുമായി പങ്കുവെക്കാനുള്ളതാണ്. ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. ആ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി നാം ജീവിക്കുമ്പോഴാണ് നാം സ്വർഗരാജ്യം നേടിയെടുക്കുന്നത്. വിശുദ്ധ മത്തായി 10:32 യേശു പറയുന്നുണ്ട്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും എന്ന്. നാം യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് യേശുവിനെ നാം ഏറ്റുപറയുന്നവരായി മാറുന്നത്. അപ്പോൾ യേശു പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെയും ഏറ്റുപറയും. നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.